ಉದ್ದೇಶ ಎಂದರು ಅಸ್ಹಾಬ್ ಸೈರಾವನು ಆರು ಕಾಳಿಕತ್ರದಾಯ ನರಗತ್ತಿರೋ ಅಹಲ್ಗಾರಾವನು ಜೊತೆ ಮೂಮಿನಿಗಳ ವಿಷಯದಲ್ಲಿ ಅವನು ಅವನ ಪ್ರಯತ್ನ ಅದು ಕಣಕರಕಾಣ ಏರಿ ದಿಕ್ಕರು ಬೇರೆ ತಿಂಗಳು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಅದಕ್ಕೆಲ್ಲದಕ್ಕೂ ஒரு பிரேக் இடுறா மூமினிகள் மேல ரஹ்மத்தாய நிலைக்கு மூமினிகளை மேலே ரஹ்மத்தாய நிலைக்கு அவங்களுக்கு அதுக்கு பிரேக் இடுபாட்றா சொத்துறது ಈ ಸಂದರ್ಭದಲ್ಲಿ ಮನಸ್ಸಾಗ ಅಂಜಾಮತ ಪಾಯಿಂಟ್ ಅಂಜಾಮತ ಸವಾಲ್ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಈ ಉಮ್ಮತ್ ಮುಹಮ್ಮದರ ಮೇಲೆ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎಲ್ಲಾ ಜಾವರ ಅವಸಾನದ್ರು ಬೆಚ್ಚ ಎಲ್ಲಾ ಜಾವರ ಅವಸಾನದ್ರು ರಬ್ಬ ಸುಬ್ಹಾನಹು ವ ತಆಲ ಉದಾನಮತ ಆಕಾಶದಲ್ಲಿ ಮಂಡ ಆರುಲ್ಲರ ನನ್ನೊಟ್ಟಿಗೆ ಮಗ್ಫಿರತ್ ಕೇಕರಂಗ ಅಂಕ ನಾ ಮಗ್ಫಿರತ್ ಕೊಡ್ಕರೆ ಆರುಲ್ಲರ ನನ್ನೊಟ್ಟಿಗೆ ಕೇಕರಂಗ ಅವಲ ಕೇಳಿ ನಾನು ಅಂಕ வீட்டி கொடுக்கிறேன் அது ஆறுல்லரு எந்த விஷயம் கேட்கறாங்க ಆ ವಿಷಯ ನಾನು ಕೊಡಬೇಕು ನಾನು ತಯಾರಿಲ್ಲ ಸುತ್ತಲ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಒನ್ನಾಮದ ಆಕಾಶದಲ್ಲಿ ಇಲ್ಲಿ ಒಂದು ಚಲರಾಜದಲ್ಲದೆ ಇದು ಸಾಧಾರಣ ಎಲ್ಲಾ ಜಾವಕ್ಕುಳ್ಳದಾಯ ವಿಶೇಷ ಎಲ್ಲಾ ಜಾವಕ್ಕುಳ್ಳದಾಯ ವಿಶೇಷ പിന്നെ ഇത് പ്രത്യേകമായ ഒരു അവസ്ഥ റമദാനിലെ എല്ലാ ജാവും പ്രത്യേകമായ ഒരു അവസ്ഥ അതേ ദിക്റിലൂടെ ഉദ്ദേശിച്ചത് അഞ്ചാമത്തെ പോയിന്റ് ചന്ദ്ര അഞ്ചാമത്തെ സവലത്ത് ചുന്തലത് ಎಂದ್ರು ಈ ತಿಂಗಳಲ್ಲಿ ಈ ಬರಕತ್ತಾಗಪಟ್ಟ ತಿಂಗಳಲ್ಲಿ ಮೂಮಿನೀಗ ಜಾಮಾನ ಎಂತ ನಿಸ್ಕರಿಕ್ಕಿರದಾಯೋ ಆ ಜಾಮಾನ ನಿಂತು ನಿಸ್ಕರಿಕ್ಕಿರದಾಯೋ ಆ ഒരു സ്വഭാവ അങ്ങ് എപ്പോഴും പിടിച്ചറിണ്ടായെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങക്ക് ഓർക്കതും കൊറോടിയാവാത്ത നിലയ്ക്ക് പരിപൂർണമായ അമലും പരിപൂർണമായ പ്രതിഫലവും അങ്ങ് കൊടുക്കുന്നത് മാത്രമല്ല അങ്ങനെ ആ ഒരു പരിപൂർണമായ പ്രതിഫലം കൊടുക്കുന്നതായോ ಅದರ പിന്നൊരു ഭാഗ അങ്ങനെ ദോഷത്തല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ಹುಟ್ಟುವತ್ತು ಮಾಫಾಕರಾಜ್ ಅಂತಲ್ಲದೈತಿ കൂടുതൽ ഞങ്ങളെ മനസ്സിലാക്കുന്നത് ഒരു 3 രൂപമുണ്ട് ഏത് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ തിങ്കളിലും ഒരു വിശേഷമാക്കിയ 3 രൂപമുണ്ട് ഒന്നാമത്തെ രൂപം എന്താ ചൊല്ലുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമമാർക്ക് ഈ ശരീഅത്ത് നിശ്ചയിച്ചു ശരീഅത്ത് നിശ്ചയിച്ചെങ്കിൽ അഅമാലു സ്വാലിഹ അഅമാലു സ്വാലിഹത്താക്കുള്ളതായോ ഒരു അവകാശം കൊടുത്ത അതൊരു മാർഗമാക്കിയ എന്തിക്ക് അങ്ങ് ആക്കിയതായോ ദോഷത്തെല്ല മാഫാക്കുക വേണ്ടി അങ്ങനെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ പക്കൽ യാറാവുക വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദത്തില് അങ്ങ് കാലകളയണം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രയത്നിക്കണം ചൊല്ലുന്നതായ ഒരു അവകാശം ഉണ്ടാക്കി വെച്ചു അപ്പൊ ഇബാദത്ത് ചൊല്ലുന്നത് എന്തിന് അതെന്തല്ല വർത്തക്ക് സ്വന്തമായി തീരുമാനാക്കുന്ന അവസ്ഥ അല്ല ഈ ഇബാദത്താക്കി റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഈ ഇബാദത്താക്കി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചൊല്ലു ഒരു ആൾമാർ കൂടി തീരുമാനാക്കുന്ന അവസ്ഥ അല്ല അത് വഹീ ദിക്ർ ഈ ഇബാദത്ത് ചൊല്ലുന്നത് റബ്ബ് ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്ത് ചൊല്ലുന്നത് അത് വഹീ ദിക്ർ ആ വഹീ അത് ആർക്ക് മാത്രമേ അല്ലാഹു റസൂലിന് മാത്രമേ വേണ്ടി ആ അല്ലാഹു റസൂൽ എന്തിനു ചെന്ന് അത് മാത്രമേ ഇബാദത്ത് ആ സത്യസന്ധമായ നാവുകളുടെ എന്തിന ബന്ധ് അത് മാത്രമേ ഇബാദത്ത് അതിൽ ബറാത്തത് അത് അംഗീകാര കിട്ടാത്തത് അത് ഇബാദത്താവില്ല അത് വഹിയല്ല അത് ശൈത്താന്റെ വഹി ദിക്ർ ചിന്തലത് മനസ്സിലാക്കണം റബ്ബ് സുബ്ഹാനഹു വ തആല ആരെങ്കിലും നല്ലതല്ലേ ചൊല്തു ഒരു ഇബാദത്തിന് സുറാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൊയിലാറ് ഒരു മുസ്ലിയാറ് ഒരു പണ്ഡിത സ്പീച്ച് ആക്കുമ്പോൾ ചൊല്ല ഇത് നല്ലതായ ഇബാദത്ത് റമദാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചൊന്തു അവനെന്താക്കുന്ന സ്പീച്ച് ആക്കാനുണ്ടായെങ്കിൽ അതിനർത്ഥം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഓരോ ഓതികാരായ അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ് അംലഹും ശുറകാ അൻക് ശരീകന്മാരുള്ളറ അല്ലാഹു കേക്കറ ഓതികാരുള്ളറ ശറഉ ലഹും മിനദ്ദീൻ ദീൻ റബ്ബിസത്തു ശരീഅത്താക്കറതായോ ശരീകന്മാർ ഓതികാർ അല്ലാഹു ശരീകന്മാർ ഉള്ളറങ്ങക്ക് ആരെങ്കിലും ഓർത്ത് ചൊന്നാ ഇത് നല്ലത് ചൊന്നാ തെളിവൊന്നും വേണ്ട ഓർത്ത് ചൊന്നാ നിങ്ങൾ എന്താക്കറു യാസീൻ ഓതും ലാസ്റ്റത്തെ 3 ആയത്ത് വേണ്ടി വന്നോളൂ നിങ്ങൾ എന്താക്കറു ആ ആയത്തിന് 12 വട്ടം ഓതും അവലൈസല്ലദി ഖലഖസ് സമാവാതി വൽ അർദ് ചൊല്ലില ആ ഒരു ആയത്തിന് നിങ്ങൾ എന്താക്കറു 12 വട്ടം ഓതും പിന്നെ നിങ്ങൾ യാസീൻ പൂർത്തിയാക്കും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരു ആയത്തേക്ക് ആ ആയത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ ആജത്തും വീസ കിട്ടാത്തതാ
കിടാവ് സുമാറാവാത്തത, നിന്റെ കച്ചവടത്തിൽ വറക്കത്തില്ലാത്തത, എന്തിനുണ്ടോ എല്ലാ ആജത്തും എന്താ പൂർത്തിയാവുള്ളൂ. തെളിവ് മുസ്ലിയാರ ಬಾಯಿ ಮಾತ್ರ. ಇದಕ್ಕೆಲ್ಲ ಪ್ರೂಫ್ ಅಂದ್ರೆ ಮುಸ್ಲಿಯಾರ ಪ್ರೂಫ್ ಇಂದಿಲ್ಲ. ಮುಸ್ಲಿಯಾರ ಅದು ಇങ്ങനെ ಅಡಿച്ചു ಬಿಡುದು. ಈ ಮುಸ್ಲಿಯಾರ ಆರು ಒಂದುಂಡ ರಬ್ಬರ ಶರೀಕ್ ಅವರ ಅಲ್ಲಾಹು ಕೇಳ್ತಾರೆ, ಈ ಒಂದು ವಸ್ತುಗೆ ಶರೀಅತ್ ನಿಶ್ಚಯಿಸಬೇಕು ಆರು ನಿಮಗೆ ಅಧಿಕಾರ ತಂದರು. ಮಾಲಂ ಯಅ್ದನ್ ಬಿಲ್ಲ, ರಬ್ಬು ಸುಬ್ಹಾನಹು ವ ತಆಲ ಇದನ್ನು ಕೊಡಕಾತು, ಅನುಮತಿ ಕೊಡಕಾತು ಈ ಒಂದು ವಸ್ತು ಆರು ತಂದು ಅಧಿಕಾರ ಅದು ಚಲೋ ಕೂಚುಂತಲದು. ಅಪ್ಪ ರಬ್ಬು ಸುಬ್ಹಾನಹು ವ ತಆಲ അങ്ങനത്തത് ಒಂದಾಕಿದ್ದಿಲ್ಲ, ನಿಶ್ಚಯಿಸದೇ ಇಲ್ಲ. ವಲೌಲಾ ಕಲಿಮತುಲ್ ಫಸ್ಲಿ, ರಬ್ಬು ಸುಬ್ಹಾನಹು ವ ತಆಲ ಆ ಫಸ್ಲ್ ರೇ ಆ ಒಂದು ತೀರ್ಮಾನದವರು ನಾನು അതിന്നില്ല ഖുദിയ ബൈനഹും വഇന്നൽ ളാലിമീന ലഹും അദാബുൻ അലീം. ഇങ്ങനെ നാവ് പണ്ടല്ലേ ഇത് നല്ലേ അത് നല്ലേ ചൊല്ലല്ലേ, ആ ചൊന്ന കാരണത്തിൽ അപ്പത്കപ്പം കഥാപ വന്നു പോയിരാത്ത, അപ്പത്കപ്പം കഥാപ വന്നു പോയിരാത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ അദാബുറോ അവകാശ എന്തെങ്കിലും ഇപ്പം വെച്ചിട്ടില്ല എന്ന് ഒരു കലിമത്തുൽ ഫസ്ൽ, ഒരു തീരുമാനിക്കപ്പെടുന്നതായ ഒരു കലിമ ഉണ്ട്. അണ്ടത്തെ നാൾ തോറും ഇങ്ങനെ സന്ദർഭ ഇങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശം നീട്ടി കൊടുത്തതാ ചുറ്റലത് മാത്രം. പിന്നമാ വഇന്നൽ ളാലിമീന, ഈ ഇങ്ങനത്തെ അക്രമിമാരുള്ളവരല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല ശരീഅത്തിൽ കൈകടത്തല് ഹസ്തക്ഷേപാക്കുന്ന ഈ ളാലിമീങ്ങളുള്ളവരല്ലേ അൻക അദാബുൻ അലീം, ഭയങ്കരമായ ഒരു മുമ്പലാം പോലത്തെ ഒരു ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാ ചുറ്റലത്. അപ്പൊ ഇത് ഒന്നാമത്തെ വിഷയം. ഒന്നാമത്തെ വിഷയം എന്ത്? ഒന്നാമത്തെ രൂപം എന്ത്? ഇബാദത്ത് ചുറ്റലത് റബ്ബുടെ ശരീഅത്തിന് തീരുമാനമായത് മാത്രമേ ഇബാദത്ത്, അല്ലാഹു ഇഷ്ടപ്പെട്ടത് അത് മാത്രമേ. റമദാൻ ചുറ്റലത് അല്ലാഹു തീരുമാനിച്ചത്, അല്ലാഹു ഇഷ്ടപ്പെട്ടത് ആ റമദാന്റെ നോമ്പ്. ആ നോമ്പുറോ മനുഷ്യന്മാർ സ്വീകരിക്കുമ്പോൾ കാരണം എന്തിനാ? റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ളത് അവനേ ചൊല്ലണം, ആ അല്ലാഹുവേ ചൊല്ലണം. അങ്ങനെ സ്വീകരിച്ചത് ഇത് ഒന്നാമത്തെ രൂപമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു തന്റെ അടിമമാർക്ക് പ്രതിഫലം കൊടുക്കുന്നതിന് ഒന്നാമത്തെ രൂപയും. രണ്ടാമത്തെ രൂപം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇബാദത്ത് ഏത് ചെന്നിട്ട് ചമ്മ ആൽമാർ ആക്കാത്തത്, യാരത്തെ ആൽമാർ ആക്കില്ല, അങ്ങനത്തെ ഒരു നസീബില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ചില ഇബാദത്തുകളും തന്റെ അടിമമാർക്ക് നിശ്ചയിച്ചു കൊടുക്കുക. ആരെങ്കിലും കൊടുത്ത സ്വന്തമായ ഒരു പ്രയത്നം കൊണ്ടു അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലാമാർ തൗഹീദാവുക, ഹിദായത്ത് കിട്ടുക സാധ്യത ഉണ്ടാകും. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. അല്ലാഹു സർവസ്തുതി, എല്ലാ നാമത്തിലും താരീഫ് അല്ലാഹു. അല്ലദീ ഹദാനാ ലിഹാദാ, ഈ ദീനിക്ക് ഞങ്ങളോ അവൻ എന്താക്കിയ കൈപിടിച്ച് നടപ്പാക്കിയ, ഞങ്ങളെ മുന്നണി പാട്ടിയ, ഞങ്ങൾ എത്തു പാട്ടിയ. ഒമാ കുന്നാ ലിനഹ്തദിയ, ഒരു കാലത്തും ഞങ്ങൾ ഹിദായത്ത് പടയിറങ്ങമല്ല, ഒരു കാലത്തും നേർമാർഗ ഞങ്ങൾ പടയിറങ്ങല്ല. ലൗലാ അൻ ഹദാനാ അല്ലാഹ്, അല്ലാഹു ഞങ്ങളെ ഹിദായത്താക്കിയില്ല. ഇതെന്തിന്? റബ്ബുടെ തൗഫീഖ്. ഞങ്ങൾ പ്രത്യേകം അമലും ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഒരു നല്ല സൂറാക്കും വിചാരിച്ച, നല്ല സൂറാക്കും നിങ്ങൾക്ക് നല്ല മനസ്സ് വന്നു, അപ്പൊ നിങ്ങൾ എന്താക്കും? അൽഹംദുലില്ലാഹ് ചൊല്ലും, അല്ലേ നോക്ക എന്ത് ചൊല്ലും? ഇങ്ങനൊരു മനസ്സ് തന്ന അല്ലാഹു ശുക്ർ ചെയ്യും. അതേപോലെ നിങ്ങൾ നോമ്പ് പിടിക്കൊണ്ട് ചുറ്റിട്ട് നീ എന്താക്കരുത്? അൽഹംദുലില്ലാഹ്. കാരണം ഈ ഒരു മനസ്സ് വന്നത് ആരുണ്ട്? അല്ലാഹു. ഈ പണ്ടത്തെ തറാവി ഒന്നും മിസ്സാക്കില്ലെന്നാണ് ചൊന്ത നിങ്ങൾ തീരുമാനാക്കിയത്. ഇവർ നിയത്ത് പുറക്കാരനത് അല്ലാഹു അല്ലേ? അതേപോലെ ഈ പണ്ടെന്നാണ് സദഖ ചെയ്യാനായിട്ട് തീരുമാനാക്കിയത്. ഇത്തരം ആളുകൾക്ക് കൊടുക്കല ചൊല്ലി തീരുമാനാക്കിയത്. അപ്പൊ നിങ്ങൾ എന്താക്കും? അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഒരു മനസ്സ് തന്നെ. ഇത് തൗഫീഖ്. ഇങ്ങനെ നിങ്ങളെ പോലത്തെ വെച്ചുണ്ടാക്കി ച്വാറും നരമ്പും തടിയും കൈയും കാവും കണ്ണും എത്ര മനുഷ്യന്മാരില്ല നിങ്ങൾ ചുറ്റുപാട്? ആർക്കും ഇങ്ങനത്തെ ഒരു ഭാവന മനത്തില്ല. നോമ്പ് റമദാൻ ചുറ്റലത് എന്തിനു ചൊല്ലുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റൊട്ടീൻ മാത്രമായി കൊണ്ടല്ല, ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തിന് ഒരു പ്രജ്ഞ, ഒരു ബോധം വേണ്ടി. ബാക്കിന്റെ നാളിലും റമദാൻ ഒരു വ്യത്യാസമേ ഇല്ല. അങ്ങനെ ഉള്ളതായോ ആത്മാവിൽ നിന്ന് അള്ളാഹു നിങ്ങൾ പ്രത്യേകമായി എടുക്കാം. അതുകൊണ്ട് കാരണം അള്ളാഹു തൗഫീഖ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തന, അവൻ ഇഷ്ടപ്പെട്ട ആത്മാവിൽ അവൻ ആക്കുപാട്ട, അവൻ അങ്ങനെ മേലെ തൗഫീഖ് ചെയ്യറ ചെന്നത്
ഇത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കൊരു കാരണം തരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യമുന്നൂന അലൈക അൻ അസ്ലമു, അങ്ങോട്ടല്ലേ ഈ ആരാബിമാര് ഗ്രാമീണ ബന്ധുമാര് പറഞ്ഞുన్నారు, ദാ ഞങ്ങൾ മുസ്ലിമായ സമലോ ഞങ്ങൾ അള്ളാഹു വലിയ ഇഹ്സാനാക്കിയതാണ്. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു യമുന്നൂന അലൈക അൻ അസ്ലമു, ഞങ്ങൾ ഇസ്ലാമായ സമലു നിന്റെ മേൽ ഞങ്ങൾ ഭാര്യ ഔദാര്യ കാട്ട വിടണ്ട, മെഹർബാനി കാട്ട, ഞങ്ങൾ ഇസ്ലാമായില്ല നീ എവിടെ വെക്കണില്ല ചൊന്തിരി നിലക്കാൻ ഉണ്ടാക്കിയത് നബിയുടെ പേര് വലിയ വിഷയമാക്കി. ഞങ്ങൾ സലഫിങ്ങായെങ്കിൽ ഇല്ല ഞങ്ങൾ തൊഹീദറങ്ങായെങ്കിൽ ഞങ്ങൾ ഇന്നില്ലെങ്കിൽ ഉണ്ടാവത്തോടെ ആരുടക്കാത്ത ചൊന്തിരി നിലക്ക ഒരു അഹങ്കാരത്തെ ഭാവന പണ്ടത് അത് ബദ്ധുമാരുടെ സ്വഭാവം. ആരുടെ സ്വഭാവം? അറാബിമാരുടെ സ്വഭാവം. അങ്ങനെ വന്നു പോയിരുന്നില്ല നക്കാർ. അപ്പൊ അങ്ങനൊരു ജവാബ്, ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമായത് അത് നിങ്ങൾ രണ്ട് പേര് ഔദാര്യ പ്രകടനം ആഗ്രഹത്തില്ല, ആക്കണ്ടതില്ല. ഔദാര്യ കാട്ടിൽ അള്ളാഹു, ഔദാര്യ കാട്ടിലാല് അള്ളാഹു നിങ്ങളെ പേര് നിങ്ങളെ ഹിദായത്തിക്ക് നിങ്ങൾ നേർമാർഗത്ത് കൊമ്പേണ്ടതിൽ കാരണത്തിൽ അള്ളാഹു നിങ്ങളെ മേൽ ഇതാക്കിയ അള്ളാഹു ഔദാര്യം നിങ്ങളെ മേലുള്ളൂ. അള്ളാഹ് മാറി നിങ്ങളെ ഔദാര്യം തന്നെ മേൽ കാട്ടണ്ട ചൊത്തുള്ളത്. അതായിരിക്കും വിഷയം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് നല്ല പ്രവൃത്തിയാക്കും നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ അങ്ങനെ ഇപ്പൊ ഇത്ര ആൾമാരെ വിളിക്കുക, ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ബന്ധു കിട്ടാൻ എത്ര ആളുണ്ട്, എത്ര ആളുണ്ട് എന്തെല്ലാം ബഹാന ചൊല്ലി എന്തെല്ലാം കാരണം പേരെ ചോട്ടത് എന്തിനാക്ക് പഠിച്ചോണ്ട് തോന്നിക്ക് വേണം മനുഷ്യന്മാരെ. അങ്ങക്ക് അള്ളാഹു നസീബ് വേണം. നസീബില്ലെങ്കിൽ മാത്രമേ അതിന് മുന്നോട്ട് വരാൻ സാധ്യമാവുന്ന ചൊല്ലത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവും. ഇത് ഒന്നാം വർദ്ധ ചൊല്ല പണ്ടില്ല വേറോ ചൊല്ല, ഇല്ലെങ്കിൽ എന്ത് ചൊല്ല ഞാൻ ഇന്ന് സബലായി ചൊല്ല. ഇത് രണ്ടും ഇസ്ലാം എന്താക്കില്ല, പ്രോത്സാഹത്തില്ല. അതിനെതിരെ ചൊല്ലും. ഇത് റബ്ബുടെ തൗഫീഖിന്റെ മാത്രമേ സാധ്യമാവൂ. ഞങ്ങൾ എത്ര ചുറ്റമായി ചൊല്ല അത് അള്ളാഹുന്റെ തൗഫീഖ് എത്തിക്കുന്ന ചുറ്റൽ. മൂന്നാമത്തെ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദത്തുമാരെ അവന്റെ ഇബാദത്തിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന മൂന്നാമത്തെ രൂപം വെച്ചത് അങ്ങ് ചമ്മ പ്രതിഫലം കൊടുക്കുക. ചമ്മ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ എങ്ങനെ കൊടുക്കുക? ബിഗൈരി ഹിസാബ്.